ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ഏറ്റവും ലളിതമായി ജീവിക്കുകയും വാക്കും പ്രവൃത്തിയും തമ്മിൽ എപ്പോഴും കൂട്ടിയോജിപ്പിക്കുകയും താൻ പഠിച്ച പാഠങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ സാഹചര്യത്തിന് ചേർന്നല്ലെങ്കിൽ അതൊക്കെ സ്വന്തം അനുശാസനങ്ങൾക്കനുസരിച്ച് മാറ്റിമറിക്കുകയും ചെയ്ത മഹാനായ ജനനേതാവാണ് ഇപ്പോൾ അവിടെ ഭൗതിക ശരീരം, അവിടെയാണ് ചേതനയേറ്റ ശരീരം കിടക്കുന്നത്. താൻ കയറിയിറങ്ങിയ AICC ആസ്ഥാനം തന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര പറച്ചിലിന് ഒരുങ്ങുന്നു. ഈ അവസരത്തിൽ PP ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. PP ജെയിംസ്, ഒരുപക്ഷെ ഇതൊരു നിർണായകമായ ചരിത്രവേളയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഒരു ഉദ്യോഗസ്ഥൻ്റെ കുപ്പായം അണിഞ്ഞ് സമൂഹ മധ്യത്തിലേക്ക് വന്ന ഒരാൾ പിന്നീട് പ്രധാനമന്ത്രി കസേരയിലേക്ക് കടന്നു കയറുന്ന ചരിത്ര സാക്ഷ്യം, ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് പുതിയ പാഠമായിരുന്നു, പുതിയ മാതൃകയായിരുന്നു. മാത്രവുമല്ല, ഒരു ഉദ്യോഗസ്ഥൻ്റെ സൗന്ദര്യശാസ്ത്രം അദ്ദേഹം നടപ്പിലാക്കുമ്പോഴും ഒരു പൊതുപ്രവർത്തകൻ്റെ ഉയർച്ച അദ്ദേഹം കാണിക്കുകയും ചെയ്തു. പറയൂ PP ജെയിംസ്. SKN 7 പ്രധാനമന്ത്രിമാരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം പ്രധാനമന്ത്രി അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ആയപ്പോഴാണ് ഇന്ത്യയും ലോകവും അദ്ദേഹത്തെ അറിഞ്ഞതെന്ന് മാത്രം. കാരണം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയെ വളരെ അടുത്തറിയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. പിന്നീട് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടപ്പോൾ ഡൽഹിയിൽ വലിയ കലാപം നടന്നു. ആ കലാപത്തിൽ സിഖുകാരായിട്ടുള്ള 3000-ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. കോൺഗ്രസിൻ്റെ ശരീരത്തിൽ ഗാത്രത്തിൽ വീണ ഏറ്റവും വലിയ രക്തക്കറയായിരുന്നു സിഖുകാർക്കെതിരെയുള്ള കലാപം. അതിൽ കോൺഗ്രസിൻ്റെ പല നേതാക്കളും പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നപ്പോഴാണ് SKN സിഖ് സമുദായവും ഒരുപക്ഷെ കോൺഗ്രസും തമ്മിൽ ഒരു രമ്യതയിൽ വന്നത്. കാരണം സിംഗിനെ പോലെ വളരെ ആരാധ്യനായ ഒരാളെ പിടിച്ച് പ്രധാനമന്ത്രിയായി കോൺഗ്രസ് പ്രതിഷ്ഠിക്കാൻ ധൈര്യം കാണിച്ചത് തന്നെ സിഖ് സമുദായത്തിൻ്റെ ഇടയിൽ ഒരു ഹീലിംഗ് ദ വുണ്ട്, അവരുടെ മുറിവുണക്കുന്ന ഒരു ശ്രമമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗ് സിഖ് സമുദായവും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം വീണ്ടും അരക്കെട്ടുറപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്നുള്ളത് ശരിയാണ്. SKN അദ്ദേഹം കേരളത്തിൽ പല തവണ വന്നിട്ടുണ്ട്. അതിൽ 2 തവണ ഞാൻ ഓർക്കുന്നു. ഒന്ന്, അദ്ദേഹം വന്നത് VJT ഹാളിൽ നമ്മുടെ മുൻ ധനകാര്യ മന്ത്രിയായിരുന്ന മൺമറഞ്ഞു പോയ KM മാണിയുടെ പുസ്തക പ്രകാശനത്തിനാണ്. അന്ന് മാണി സാറോടൊപ്പം നിന്ന് ഞാൻ കുറച്ച് നേരം അദ്ദേഹത്തോട് സംസാരിക്കാൻ അവസരം ലഭിച്ചിരുന്നു. എത്ര മിതഭാഷയിൽ അല്പം പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വളരെ എന്താ പറയുക, വളരെ അരിസ്റ്റോക്രാറ്റിക് എന്നൊക്കെ പറയുന്ന പോലെയുള്ള മറുപടികളായിരുന്നു. പിന്നീട് ഞാൻ കേരളകൗമുദിയിലായിരിക്കുമ്പോൾ കേരളകൗമുദിയുടെ ശതാബ്ദിയുടെ ആഘോഷത്തിന് മുഖ്യാതിഥിയായി എത്തിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അന്നും അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് എപ്പോഴും അല്പം പുഞ്ചിരിയോടെ, അധികം സംസാരിക്കാത്ത ചോദ്യങ്ങൾക്കും എന്തിനും കൃത്യമായി മറുപടി പറയുന്ന, എന്നാൽ വലിയ ക്രാന്തദർശിത്വമുള്ള ഒരു നേതാവായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല SKN. ഡോക്ടർ ശശി ജെയിംസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ AICC ആസ്ഥാനത്ത് പൊതുദർശനം പുരോഗമിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ഗുരുചരൺ കൗറും അതുപോലെ അദ്ദേഹത്തിൻ്റെ മക്കൾ ഉപീന്ദർ സിംഗ്, ദാമൻ സിംഗ്, അമർ സിംഗ് എന്നിവരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ AICC ആസ്ഥാനത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, അതുപോലെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാർ DK ശിവകുമാർ തുടങ്ങി പ്രമുഖന്മാരെല്ലാവരും തന്നെ ഇപ്പോൾ AICC ആസ്ഥാനത്തുണ്ട്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഉണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഷാബി പറമ്പിൽ MP, NK പ്രേമചന്ദ്രൻ MP തുടങ്ങിയ സമുന്നതരായ നേതാക്കന്മാരെല്ലാം AICC ആസ്ഥാനത്ത് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്.